ഹലോ, നമസ്കാരം. എല്ലാവർക്കും റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കടവുകളെ പോലെ അതിൻ്റെ റിപ്രൈസ് വേർഷനാണ്. അതായത് ഒരു റീമിക്സ് വേഷം ഇറങ്ങിയിട്ടുണ്ട്, ലൂസിഫർ 2, അതായത് എമ്പുരാനിലെ ഒരു റീമിക്സ് വേഷൻ. ഈ കടവുകളെ പോലെ തീം മ്യൂസിക് വരുന്ന ഏരിയ ജംഗിൾ പോളി സീനിലാണ്. അത് ലാലേട്ടൻ്റെ ഒരു ജംഗിൾ പോളി സീനുണ്ട്, സ്റ്റീഫൻ്റെ ഒരു എൻട്രി സീനിൽ. അതിലാണ് ഈ സംഭവം വരുന്നത്. ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബമ്പ് ഉണ്ട്, അത് കിടുക്കനാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഖുറൈഷി അബ്രം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്ക് അറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ? ഇത് ലൂസിഫർ 1 സീനാട്ടോ അത്. ഇതാണ് ജംഗിൾ പോളി സീന്. പക്ഷേ എന്നും പ്രാപ്തനായി ആദ്യം തെളിയുന്നത് അവന്റെ മുഖമാണ്. സ്റ്റീഫൻ തിരിച്ചു വന്നു. ഇതൊക്കെ കാണുമ്പോ കിട്ടിയ രോമാഞ്ചുണ്ട് മോനെ, പൊളിയ. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ബെസ്റ്റ് എൻട്രിയാണ് എമ്പുരാനിലെ. നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. ലാലേട്ടന്റെ ഷാഡോ മതി നമുക്ക് ലാലേട്ടനെന്ന് മനസ്സിലാവും. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വൈദ്യുതിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രകടനേൽപ്പിക്കുന്നു. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. ഇത് മറ്റേ ആനന്ദ് ശ്രീരാജ്. ജെയ്സ് ബിജർ. സംസ്ഥാനത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ ഭയന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ്. ഈ എൻട്രി ഇത് കൾട്ട് എൻട്രി ആട്ടോ. ഇത് ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല. എന്താ BG അല്ലേ? ഇവന് വേണ്ടി പോരാടാൻ പടയാളികൾ. ഈ ഗൂസ് ബംപ്സ് വരുന്നു എനിക്ക്. മറ്റേ ഓട്ടോബോട്ട് ക്യാമറയിൽ ഉപയോഗിച്ചത്. അങ്ങനല്ലേ ക്യാമറയുടെ പേര്? പ്രണവ് മോഹൻലാൽ. എച്ചാതി ഗോസ് ബമ്പ് സോങ്. ഇതാണ് മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരൻ ലാലേട്ടനാന്ന് പറയണതിൻ്റെ കാര്യം. ഇതാണ് ആ എൻട്രി. ആ BGM. ഓനെ ഇതുപോലെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ മലയാള സിനിമയിലൊക്കെ ആരാ? അത് ഈ ഒരു പ്രായത്തിൽ ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കിട്ടുക്കാച്ച സംഭവമാണത്. ഇത് ഈ ജംഗിൾ പോളി സീനൊക്കെ വരുന്ന ആ തിയേറ്ററിൽ കാണുമ്പോഴുള്ളൊരു രസമുണ്ടല്ലോ, അത് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കത് ഗൂസ് ബംപ്സ് വരുന്നു.
കിട്ടുക്കാച്ചി എൻട്രി ആയിരുന്നു അത്. കിട്ടുക്കാച്ചി എൻട്രി പറഞ്ഞാൽ കിട്ടുക്കാച്ചി എൻട്രി. നമ്മൾ കൊതിച്ചിരിക്കുകയായിരിക്കും സ്റ്റീഫൻ്റെ ഒരു എൻട്രിക്ക് വേണ്ടി. അത്രയും നേരം നമ്മൾ കാണുന്നതെല്ലാം ഖുറേഷി എബ്രഹാം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷം സ്റ്റീഫൻ്റെ ഒരു എൻട്രിയാണിത്. നമുക്കറിയാൻ പറ്റും ലാലേട്ടൻ ആ ഒരു ഏരിയയിൽ വരും, ആ ഒരു സീനിൽ ലാലേട്ടൻ വരും നമുക്കറിയാൻ പറ്റും. പക്ഷേ അത് അറിഞ്ഞിട്ട് കൂടി നമുക്ക് വരുന്നൊരു എന്താ പറയുക, ഒരു കോരിത്തരിപ്പുണ്ട്. അത് ഗംഭീരമാണ്. അത് പറയാൻ വാക്കുകൾ കിട്ടില്ല, അത്രത്തോളം അടിപൊളിയാണ് ആ സീന് ചെയ്തു വച്ചിരിക്കുന്നത്. അതിൻ്റെ കൊറിയോഗ്രാഫി എല്ലാം കിടുക്കാഴ്ചയാണ്. എനിക്ക് ആ എമ്പുരാൻ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ് കൊറിയോഗ്രാഫി ആ ഒരു ജംഗിൾ പോളി സീനാണ്. ഇതിപ്പോൾ ഇത് കൂടുതൽ മിസ്സാകുന്ന ആർക്കറിയോ? ഇത് തിയേറ്ററിൽ പോയി കാണാതെ ഇത് OTT കാണുന്നവർക്കില്ലേ, അവർക്ക് ഈ സീനിൻ്റെ ഗുമ്മ മനസ്സിലാവില്ല. ഇത് OTT കാണുമ്പോൾ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയാം. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നല്ലേ കാണുന്നത്, അതിലെന്ത് ഗുമ്മുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇത് ആ തിയേറ്ററിൽ ആ ജനങ്ങളുടെ ഒപ്പം ആ ഫാൻസിനൊപ്പം ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്, അത് വേറെ ലെവലാണ്. അപ്പോൾ ബൈ കാണാം.